റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ആ ഒരു പെർഫോമൻസ് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നത് ഇവിടെ. ഞങ്ങൾക്ക് അതൊരു സ്പെഷ്യൽ കാര്യമാണ്. ഒരുപാട് സന്തോഷം. എത്ര വർഷമായി ഇങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ പറയാൻ തുടങ്ങി? പ്രൊഫഷണലി ഞാൻ ചെയ്യണില്ല, പിന്നെ എനിക്കൊരു ക്രൈസ് തോന്നിട്ട് ലോക്ക്ഡൌൺ ടൈമില് അങ്ങനെ പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ചാനലില്. അപ്പൊ അതായത് കുട്ടിക്കാലത്തുമൊക്കെ എല്ലാവരും പറയായിരുന്നു നീ ഭയങ്കര വായ തുറന്നാൽ ഫുൾ കോമഡി ആണല്ലോ, നല്ല രസമാണ് നിന്റെ കൂടെ ഇരിക്കാൻ, അങ്ങനെയൊക്കെ എല്ലാവരും പറയുമായിരുന്നോ? എന്റെ അടുത്ത് സംസാരിക്കുന്ന ആളുടെ അടുത്ത് ഞാൻ തിരിച്ചതേ പോലെ. ശരിക്കും എന്താണ് ബൈ പ്രൊഫഷൻ എന്താണ് ചെയ്യുന്നത്? പ്രൊഫഷണലി ഞാൻ ടീച്ചറാണ്. ഒരു 16 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലായിരുന്നു. ഇപ്പൊ ഞാൻ അതെല്ലാം വിട്ടിട്ട് ഇപ്പൊ ഒരു 6 മന്ത് ആയിട്ട് ഞാൻ ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്തില് കിൻഡർ ഗാർഡൻ തുടങ്ങി. വിത്ത് ഡേ കെയർ ആണ്. ഫുള്ള് പുറത്ത് ഞാനും ഹസ്ബൻഡും ആണ് ഉള്ളത്. ഞങ്ങൾ അഡീഷണൽ ഒരു സ്റ്റാഫിനെ പോലും ഞങ്ങൾ വെച്ചിട്ടില്ല. കാരണം ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ എഫർട്ടില് അത്രയും കെയർ കൊടുത്താണ് അവരെ കൊണ്ടുവരുന്നത്. ടീച്ചിങ് ഫീൽഡിൽ ഒരു 16 വർഷം ഉണ്ടെങ്കിലും ഈ കിൻഡർ ഗാർഡൻ തുടങ്ങിയിട്ട് ഇപ്പൊ 6 മന്ത്സേ ആയിട്ടുള്ളൂ. അതിലേക്ക് വരാൻ എന്താണ് ഒരു ആഗ്രഹം തോന്നാൻ കാരണം? ആഗ്രഹം തോന്നാനെന്ന് പറയുന്നത് ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും കൂടെയാണ്. അന്ന് എനിക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിൽക്കണമെന്ന് താല്പര്യം എന്താണ്. പക്ഷേ ഫാമിലിയിൽ കുറച്ച് ആൾക്കാർ സപ്പോർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ അത് വിട്ടു. പിന്നെ കിൻഡർ ഗാർഡൻ ആ ലെവലിൽ വന്നെന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി ജോലി അങ്ങനെ ജോലി വിട്ടു ഫ്രീ ആയപ്പോഴത്തേക്കും ഡേ കെയർ തുടങ്ങിയാലോ എന്നൊരു ചിന്ത വന്നു. അങ്ങനെയാണ് വേറൊരു സ്ഥാപനത്തിൽ ഞാൻ ഒരു 10-15 ദിവസം നിന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുറേ നെഗറ്റീവ്സ് ഉണ്ട്. എന്താ അവരുടെ കുറച്ച് ന്യൂനതകൾ. ഒരിക്കലും ഞാൻ അവരുടെ കംപ്ലൈൻറ്റ് പറയണതല്ല, ന്യൂനതകൾ വരും. ആ ഒരു നെഗറ്റീവ് മാറ്റിക്കൊണ്ട് ഞാനൊന്ന് ചെയ്യണമെന്നേ തീരുമാനിച്ചോളൂ. അങ്ങനെ ചെയ്തു. അപ്പോൾ ആദ്യം ഒറ്റ കുട്ടി ഉണ്ടായിരുന്നോളൂ, ഒറ്റ കുട്ടി തൊട്ട് ചെയ്തതാ. ഇപ്പോൾ കുറച്ച് കുട്ടികളായിട്ടുണ്ട്. ഇതിലെന്റെ 2 പെറ്റ്സ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അത് ശരി. കാരണം ഫുൾ ടൈം എൻ്റെ കൂടെ ഉള്ളവരാണ്. രാവിലെ വരുന്നു, 2 പേരും ഈവനിങ് പോണതാ. ഒരു മോള് 6:30 ആകുമ്പോൾ മറ്റേ ആള് 8:30 ഒക്കെ ആകുമ്പോഴാണ് എൻ്റെ അടുത്ത് പോകുന്നത്. അതായത് വർക്കിംഗ് പാരന്റ്സ്. അപ്പൊ ഫുൾ ടൈം എന്റെ കൂടെ ഉള്ള ടീച്ചറിന്റെ കൂടെയാണ്. തീർച്ചയായും അവർ 2 പേരാണ് വന്നിരിക്കുന്നത്. ഹലോ, ഹായ് പറയൂ. സുഖാണോ? ഇങ്ങോട്ട് വരുന്നോ? കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എന്നീത് സായ. അടിപൊളി. അപ്പൊ നിറ്റ് ടീച്ചർ നമുക്ക് കൊണ്ടുവന്ന പ്രസന്റ് ആണ്. ഒന്ന് എനിക്കും ഒന്ന് വേണമെങ്കിൽ ശിവതയ്ക്ക് എടുത്തിരുന്നു അല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആദ്യം പഠിപ്പിച്ചിരുന്ന എത്രയുള്ള കുട്ടികളെയാണ് ആദ്യം പഠിപ്പിച്ചിരുന്നത്? ഡിഗ്രിക്കാർക്ക് പഠിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നേരിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടം വരെ ഈ പിള്ളേരെ പഠിപ്പിക്കുമ്പോ, കാരണം എനിക്ക് വീട്ടിലൊരു കുഞ്ഞ് ഇതേ പ്രായത്തിലൊരു കുട്ടിയുണ്ട്, ഒരാളെ ഹാൻഡിൽ ചെയ്യാൻ തന്നെ നല്ല പാടാ. അപ്പൊ ഇത്രയും കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോ എങ്ങനെ തോന്നുന്നു? കാരണം ഡിഗ്രിക്കാരൊക്കെ പഠിപ്പിച്ചോണ്ടിരുന്ന ആളെ പെട്ടെന്ന് ഈ കിൻഡർ ഗാർഡനിൽ ഇങ്ങനത്തെ പ്ലേ സ്കൂളിൽ വരുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യണു? ഞാൻ മാക്സിമം അവരുടെ ലെവലിൽ നിന്നുകൊണ്ടാണ് കുളിപ്പിക്കുക, ഡ്രസ്സ് മാറുക, ഫുഡ് കൊടുക്കുക, അത് കഴിഞ്ഞ് സ്നാക്സ്, എല്ലാ കാര്യവും സാറിന്. അതായത് പുള്ളി പാരൻ്റാണ്. അത് ആരാധ്യയുടെ അച്ഛനാണ്. അത് പുള്ളിക്ക് അറിയാം. അപ്പൊ അത്രയും കെയർ കൊടുത്താണ്. ടീച്ചറിന് ഇഷ്ടമാണോ? പേര് പറയൂ. പേരെന്താ? മിഷലിനെ ടീച്ചറിന് ഇഷ്ടാ? ഭയങ്കര ഇഷ്ടാ? ആങ്കർ ചെയ്യണം. ഞാൻ ഇവിടെ മിഠായി പൊളിക്കുന്ന തിരക്കിലാണ്. ഇത് പൊളിയൊന്നുമില്ല. ഞാൻ കൊച്ചിനോട് വാക്കും പറഞ്ഞു. പുള്ളിക്കാരി ബാംഗ്ലൂരായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുള്ളൂ. ഞങ്ങൾ തുറക്കുമ്പോ ഉണ്ടായിരുന്ന ഫസ്റ്റ് മോള്. ആണോ? ആദ്യത്തെ മോള്. അപ്പം 19 ഡേയ്സ് എൻ്റെ കൂടെ ഫുള്ള് പുള്ളിക്കാരിയാണ് ഉണ്ടായിരുന്നത്. ഒറ്റയ്ക്ക് ഞാനും മീഷുവും അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് ആരാധ്യ. മീഷുവും ആരാധ്യ മാളൂട്ടി 2 പേരെ വന്ന്. നിങ്ങക്ക് നിറ്റ് ടീച്ചറിന് ഇഷ്ടാണോ? യെസ്. ഓക്കെ. പിന്നെ നിറ്റ് ടീച്ചർ പാട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഏത് പാട്ടാ? ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം, മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു വെണ്ണിലെ മോഹങ്ങളും. ഒരു കൃഷ്ണ തുളസി കഥമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുളരിലെത്താൻ. ഒരു കൃഷ്ണ തുളസി കഥത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുളരിലെത്താൻ. ഇതൊരു കവിതയാ. ഞാൻ ആദ്യം മൂളുമായിരുന്നു. മൂളുമ്പോ പുള്ളിക്കാരിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനത് മനസ്സിലായി. പിന്നെ പാടിക്കൊടുത്തു. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അത് പറ. ചേട്ടായി ഡാഡാ. ആരെയോ? ഡാഡാ. പിന്നെ മമ്മ. ഇത്ര പേരാണ് വീട്ടിലുള്ളൂ. അത് ശരി. ഈ കുട്ടിയുടെ പേരെന്താ? ഇത് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് ആണോ? ഇത് ആണോ? ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? ആരാധ്യ. ആ ചേച്ചി ഇഷ്ടാണോ? നോക്കുന്നില്ല. ഇല്ല. എന്നെ അറിയോ? ഈ ആന്റി കണ്ടിട്ടുണ്ടോ? ഇല്ല. മോൾ എന്നെ അറിയോ?
പിന്നെ അവിടെ പിടിച്ചിരിക്കുന്നോണ്ട് പേടിച്ചിട്ടാ. അപ്പൊ ഞങ്ങളൊക്കെ അറിയാം അല്ലേ ഇത് എവിടെ വന്നിരിക്കണെന്ന് അറിയോ? ഈ പ്രോഗ്രാമിന്റെ പേരെന്താന്നറിയോ? റെഡ് കാർപ്പറ്റ്. ഇതിന്റെ ഇടയിൽ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയല്ലോ, അതെന്താണ് സംഭവം? അത് ഈ ലോക്ക്ഡൌൺ ടൈമിൽ ഞാൻ മുമ്പേ എഴുതുന്ന ആളാണ്. അപ്പൊ ഈ അതിന് മുന്നേ റിവേഴ്സിൽ എഴുതുമായിരുന്നു. റിവേഴ്സ് മീൻസ് മിറർ റൈറ്റിംഗ് പോലെ അല്ലേ? റൈറ്റിംഗ് പോലെ മുന്നേ എഴുതി ന്യൂസ് പേപ്പറിലൊക്കെ വന്നു. അന്ന് പിന്നെ അത് അങ്ങ് വിട്ടു. പിന്നെ ഈ ലോക്ക്ഡൌൺ ടൈമിലായപ്പോ ഫുള്ള് കണ്ടിന്യൂസ് ഇരുന്ന് എഴുതാൻ തുടങ്ങി. മിറർ റൈറ്റിംഗിൽ എത്ര മണിക്കൂർ എഴുതിയിരുന്നു? അത് എത്ര മണിക്കൂറല്ല, 2 നോവല്, കുറച്ച് ഷോർട്ട് സ്റ്റോറീസ്. അതാണ് നിസ്സാരമായിട്ട് പറയുന്നത്. 2 നോവലൊക്കെ ഇങ്ങനെ മിറർ റൈറ്റിംഗിൽ റിവേഴ്സ് ആയിട്ട് എഴുതിയതേ ഉള്ളൂ. ഓൺലൈൻ സ്റ്റോറീസ് അതിനാണ് ചെയ്തത്. ഇന്ത്യൻ ബുക്ക് ഞാൻ ബാക്കി ഏറ്റെടുക്കണം പോകുന്ന അവിടെ ഒരാള് ഭീകര കളിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് വന്നിരിക്കുന്ന കുറെ നേരമായിട്ട് നമുക്ക് പറഞ്ഞു ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞത് എന്റെ ഹസ്ബൻഡ് ആണെന്ന്. അവരെ അദ്ദേഹത്തെ പരിചയപ്പെടാം. പിന്നെ ഇപ്പുറത്തൊരിക്കുന്ന അത് എന്റെ മോളുടെ പപ്പയാണ്. ശരി, അപ്പൊ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം. പേര് റിൻസി. അപ്പൊ ചേട്ടൻ രമേശ് എന്നാണ് പേര്. ഓക്കെ. അപ്പൊ മുൻപ് വേറെ വർക്ക് ചെയ്തിരുന്നോ? അതെ, ഞാൻ അലുമിനിയം ഫാബ്രിക്കേറ്റർ ആയിരുന്നു. അത് ശരി. അതിനുശേഷം ഇപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഈ കിൻഡർ ഗാർഡന്റെ കാര്യങ്ങളും ഒക്കെ നോക്കി നടക്കുന്നു അല്ലേ? അതെ, തീർച്ചയായും. മറ്റേ ജോലി ചെയ്യുന്നതിലും ഇതിൽ നിന്നും എന്താ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുള്ളത്? അതായത് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒരിക്കലും ഇതൊരു ബിസിനസ് ആയിട്ട് കാണാൻ പറ്റില്ല. മനസ്സിലായി. അടിപൊളി. ഇനി നമുക്ക് ആർദ്ര മാളൂട്ടിയുടെ അച്ഛനാണ്. ചേട്ടന്റെ പേര്? എന്റെ പേര് വിഷ്ണു. വിഷ്ണു. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ IT ഫീൽഡാണ്. ശരി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടീച്ചർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം കാണാനും സപ്പോർട്ട് ചെയ്യാനായൊക്കെ എത്തിയതിൽ.